നമുക്കൊന്ന് പഠിക്കാനുള്ളത് ഹിസ്റ്ററിയിലെ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കയുടെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത് 1914. The map of the continent Africa is given. Find out the speciality of the borders of African countries. You will see that most of the borders are straight. അവിടെ പറഞ്ഞിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എല്ലാ ബോർഡേഴ്സും സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം എന്തെന്നാണ്? Why do the African countries have straight borders? Europeans who reached Africa in search of natural resources partitioned the continent at the beginning of the 20th century. അപ്പോൾ യൂറോപ്യന്മാർ ആഫ്രിക്കയിലെത്തിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂറോപ്യന്മാരും മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുന്നത്, അവരെ പിടിച്ചടക്കുന്നതൊക്കെ. എന്നിട്ട് അവർ ഈ 20ാം നൂറ്റാണ്ടിൽ ഇവിടെ ആഫ്രിക്കയിൽ എത്തിയിട്ട് അവർ ഈ രാജ്യത്തിന് പങ്കിട്ടെടുത്തു. അതുകൊണ്ടാണ് ആ സ്ട്രെയിറ്റ് ലൈൻസ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. On the basis of some agreements among the European countries, they divided the African nations amongst themselves by drawing straight lines on the map. Why did the European nations partition Africa? എന്തിനു വേണ്ടിയിട്ടാണ് യൂറോപ്യൻ നേഷൻസ് ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്തത്? This is a part of exploitation by resources by European countries. Similar process occurred in other parts of the world. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ പങ്കിട്ടെടുത്തത്? അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ മുതലാളിത്തമാണ്. ക്യാപിറ്റലിസത്തിൽ നിന്നും ഇമ്പീരിയലിസം എന്ന് വെച്ചാൽ സാമ്രാജ്യത്വത്തിലേക്ക് എങ്ങനെ എത്തി. In the previous classes, we have discussed the Industrial Revolution that began in the 18th century. It gradually spread from England to other countries of the Europe. അപ്പം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതെന്ന്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് ദി യൂറോപ്പ്. ഇത് ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തു. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ മുതലാളിമാർ എന്ത് ചെയ്തു? ഫാക്ടറീസിൽ ഒരുപാട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ഷൻ കൂടി. ഇത് വലിയ ലാഭത്തിലേക്ക് വഴിതെളിച്ചു. ദ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് distribution are controlled by the capitalists with the aim to increase profit is known as capitalism. എന്താണ് ക്യാപിറ്റലിസം? എന്താണ് മുതലാളിത്തം? ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലാഭം ലക്ഷ്യമാക്കി, അതായത് ലാഭം മാത്രമാണ് ലക്ഷ്യം. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയെ മുതലാളിത്തം എന്ന് അറിയപ്പെട്ടു. The advent of large-scale industries enhanced capital investment. അപ്പോൾ വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിൻ്റെ വ്യാപ്തി കൂട്ടി. Many nations produced more than they need and more than they could accommodate to their domestic markets. പല രാഷ്ട്രങ്ങളും അവർക്ക് അവരുടെ ആഭ്യന്തര കമ്പോളങ്ങളിൽ ആവശ്യമുള്ളതിനെക്കാട്ടിലും കൂടുതൽ വസ്തുക്കൾ നിർമ്മിച്ചു. ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ്ഡ് ദം ടു സെർച്ച് ഫോർ മാർക്കറ്റ്സ്. അപ്പോൾ ഈ ഓവർ പ്രൊഡക്ഷൻ കാരണം അവർക്ക് പുതിയ മാർക്കറ്റുകൾ സെർച്ച് ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരായി. പുതിയ കമ്പോളങ്ങൾ അവർക്ക് ആവശ്യമായിട്ട് വന്നു, അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്. ദ സെർച്ച് ഫോർ മാർക്കറ്റ്സ് ബൈ ദ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് ലെഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ദം. അപ്പം ഈ കമ്പോളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം യൂറോപ്യൻ രാജ്യങ്ങളിൽ തമ്മിലൊരു മത്സരത്തിന് കാരണമായി, കോമ്പറ്റീഷന് കാരണമായി. ദി യൂറോപ്യൻസ് ഹാഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻ വിത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. അപ്പോൾ യൂറോപ്യന്മാർ നേരത്തെ തന്നെ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് ഒരു വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു. യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് യൂറോപ്യൻ കൺട്രീസ് ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. പിന്നീട് അവരെന്താണ് ചെയ്തത്? അവരവരുടെ രാഷ്ട്രീയവും സൈനികവും ആയിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ രാജ്യങ്ങളെല്ലാം അവർ ചൂഷണം ചെയ്തു, സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തു. ലേറ്റർ ദേ ബിക്കം കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. പിന്നീട് ഈ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി തീരുകയായിരുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കോളനൈസേഷൻ. ഈ പ്രക്രിയയാണ് നമ്മൾ കോളനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്?
കോളനിവൽക്കരണമെന്ന് അറിയപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കോസ് കോളനൈസേഷൻ? വ്യവസായ വിപ്ലവം എങ്ങനെയാണ് കോളനൈസേഷനിലേക്ക് വഴിതെളിച്ചത്? ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ലെഡ് ടു ക്യാപിറ്റലിസം, ദാറ്റ് ലെഡ് ടു what? Imperialism, and that led to colonialism. Trade relations were formed to protest against capitalist exploitation. Constant agitations of trade unions and the resultant increase in their wages diminished the profits of the capitalist. അപ്പം ട്രേഡ് യൂണിയൻസ് രൂപം കൊണ്ടു. എന്തിനു വേണ്ടിയിട്ട്? ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. മുതലാളിത്ത ചൂഷണത്തിൽ നിന്നും തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ടു. കോൺസ്റ്റൻറ്റ് അജിറ്റേഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആൻഡ് റിസൾട്ടൻറ്റ് ഇൻക്രീസ് ഇൻ ദെയർ വേജസ് ഡിമിനിഷ്ഡ് ദ പ്രോഫിറ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ്. അപ്പം ട്രേഡ് യൂണിയൻസിൻ്റെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ കാരണം തൊഴിലാളികളുടെ വേതന വർധന ഉണ്ടാവുകയും മുതലാളിമാർക്ക് അവരുടെ ലാഭം കുറയുകയും ചെയ്തു. യൂറോപ്യൻ കൺട്രീസ് ഹാസ് കൺസിഡേർഡ് ദ കോളനീസ് ആസ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദി മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും കോളനികളെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഒരു റോ മെറ്റീരിയൽ ലഭിക്കാനായിട്ടുള്ള ഒരു സോഴ്സ്, ഒരു ഉറവിടമായിട്ടും അവയൊക്കെ വിറ്റടിക്കാനുള്ള മാർക്കറ്റുമായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദി കോളനീസ്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ അവിടെ നിന്നും റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോയി മറ്റു സ്ഥലത്താണ് അവരൊക്കെ നിർമ്മിച്ച് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിറ്റിരുന്നത്. പിന്നീട് കൊളോണിയൽ മാസ്റ്റേഴ്സിന് എന്ത് തോന്നി? ഇവിടെ തന്നെ മൂലധന നിക്ഷേപം നടത്തി ഇവിടെ തന്നെ വിറ്റഴിക്കാം വസ്തുക്കൾ എന്നവർക്കൊരു ചിന്ത വന്നു. ലെറ്റ്സ് ഫൈൻഡ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ് ദം ടു ഡു സോ. അങ്ങനെ അവരെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് വർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദി ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ കൊളോണിയൽ മാസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദി കോളനീസ് ഇറ്റ് സെൽഫ്? ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ചീപ്പ് ലേബർ. 2 അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. 3 ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കൺട്രീസ്. എന്താണെന്ന് വെച്ചാൽ ചീപ്പ് ലേബർ എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. 2 അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ധാരാളം അസംസ്കൃത വസ്തുക്കളുണ്ട്. കോളനികളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. ഇതൊക്കെയാണ് മുതലാളിമാരെ ഇതിന് പ്രേരിപ്പിച്ചത്. ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ദെൻ വാട്ട് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം? കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോസിങ് എ നേഷൻസ് പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ നേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇമ്പീരിയലിസം. അപ്പം ഇമ്പീരിയലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആധിപത്യമാണ്. Colonists imposed their dominance using legal system, administrative measures, military force, etc. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഇവർ നടപ്പിലാക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും സൈനിക ശക്തിയുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോളനികളിൽ സാമ്രാജ്യ ശക്തികൾ അവരുടെ ചൂഷണം നടപ്പിലാക്കിയത്. Next one is, how did imperialism affect the colonies? Traditional economic system of the colonies was destroyed. അപ്പോൾ എങ്ങനെയാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നുപോയി. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ് വർ റീപ്ലേസ്ഡ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പീപ്പിൾ ഇൻ കോളനീസ് വർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലിeu ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് ക്രോപ്സിന് പകരം അവർക്ക് എന്ത് കൃഷി ചെയ്യേണ്ടി വന്നു? ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യേണ്ടി വന്നു. അതായത് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യേണ്ടി വന്നു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്
ഇൻക്രീസ്ഡ്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു? ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങളൊക്കെ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടു. ഇൻഡിജിനിയസ് ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെർ ഡിസ്ട്രോയ്ഡ്. അവരുടേതായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം ഒക്കെ നശിച്ചു. കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അമംഗ് ദി ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് ഫോർ കോളനീസ് ആൻഡ് മാർക്കറ്റ്സ് ലെഡ് ടു ദി ഔട്ട് ബ്രേക്ക് ഓഫ് ദി വാർസ്. ഇതൊക്കെ യുദ്ധത്തിലേക്കാണ് നയിച്ചത്. അതായത് കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള മത്സരങ്ങളും സംഘർഷങ്ങളും ഈ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ യുദ്ധങ്ങൾക്ക് കാരണമായി.